വെൽക്കം ടു ദ വേൾഡ് ഓഫ് ന്യൂമറോളജി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സോഡിയാക് സൈൻ വെർഗോ. അത് റിപ്രസെൻ്റ് ചെയ്യുന്ന കന്യ അല്ലെങ്കിൽ വെർജിൻ. ഇതിൻ്റെ സൈൻ എന്താണെന്നറിയോ? എർത്ത് സൈനാണ്. അപ്പം മൾട്ടി ടാലൻറ്റഡ്, പിന്നെ അഡ്വഞ്ചറസ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ, അഡാപ്റ്റബിലിറ്റി, പിന്നെ അതേപോലെ തന്നെ ചേഞ്ചബിളാണ്. അവരെ ഡയറക്ഷൻസൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വീക്ക്നെസ് എന്താണ്? ഇൻടോളറൻസ്. അതാണ് അവരുടെ മെയിൻ വീക്ക്നെസ്. പിന്നെ ഇവരെ ക്യാരക്ടേഴ്സ് എന്താ വെച്ചാൽ അനാലിറ്റിക്കാണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് ലോജിക്കാണ് അവർ ചെയ്യുക. പിന്നെ ഹാർഡ് വർക്കിംഗ്. അവർ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ്, റിലയബിളുമാണ്. പിന്നെ ഒബ്സർവൻറ്റ്, വളരെ വിശദമായിട്ടത് വളരെ ചെറിയ രീതിയിൽ പോലും ആ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ വ്യൂ ചെയ്യുക കാര്യങ്ങൾ. പലരും മിസ് ചെയ്യുന്ന സാധനങ്ങൾ ഇവരെ കണ്ണിൽ പെടും. പിന്നെ ലോയൽറ്റി, വളരെ ലോയലായിരിക്കും. ട്രസ്റ്റ് വേർത്തി ബോണ്ട്സ് ഉണ്ടാക്കും. ഫ്രണ്ട്ഷിപ്പിൽ വളരെ നല്ല ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ ലവിൻ്റെ കാര്യത്തിലോ അവർ വളരെ ക്ലോസ് ആയിരിക്കും, കാമായിരിക്കും. അതൊരു ഡിസൈഡ് ചെയ്യാൻ അവരൊരു ടൈം എടുക്കും. പക്ഷെ അവർ വളരെ ഡിവോട്ടഡ് ആയിരിക്കും ടുവേർഡ്സ് ദ പാർട്ട്ണർ. പിന്നെ ലേഡീസിനെ പറ്റി പറയുകയാണെങ്കിലോ, അവർ കാമായിരിക്കും ഔട്ട്വേർഡ്, പക്ഷെ അതേ സമയത്ത് ഡീപ്പ് കെയറിങ് ആയിരിക്കും അവർ ലവിൽ ടുവേർഡ്സ് നമ്മളെ അടുത്തേക്ക് ആകർഷിക്കുന്ന ഒരു കഴിവും ഉണ്ടാവും. ഇനി കോമ്പാക്റ്റബിൾ ആരായിട്ടാണ് ഈ വെർഗോ? മറ്റ് എർത്ത് സൈൻസ് ആയിട്ടുള്ള ടോറസ്, കാപ്രിക്കോൺ ആണ് ഇവർക്ക് ചേരുക. അതേമാതിരി തന്നെ വെർഗോ. അപ്പോൾ ടോറസ് ഏതാണ് മാസം? 21 ഏപ്രിൽ ടു 20 മെയ്. പിന്നെ കാപ്രിക്കോൺ 21 ഡിസംബർ ടു ജാനുവരി 20. പിന്നെ വെർഗോ അറിയാലോ. അപ്പോൾ ഇവരാണ് ചേരുന്നത്. പിന്നെ കുറച്ചും കൂടി ഇതേപോലെ തന്നെ വേറെ വാട്ടർ സൈൻസ് ആയിട്ടുള്ള സോഡിയാക് സൈൻസും ഇവർക്ക് പറ്റും. അത് ആരൊക്കെയാ? ക്യാൻസർ, സ്കോർപ്പിയോ ആൻഡ് പൈസസ്. അപ്പം അവർക്ക് എന്താ ഇവർ കൊടുക്കുക? ഇമോഷണൽ സ്റ്റെബിലിറ്റി, അതാണ് കൊടുക്കുക. പിന്നെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു സപ്പോർട്ട് ഇവർക്ക് വേണം. അതാണ് വാല്യൂ ചെയ്യുന്നത്. ഒരു വെർഗോ എന്താ വാല്യൂ ഇതൊക്കെയാണ് അവർ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.